ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികത ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സാം ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് റിനൈസൻസ്, നവോത്ഥാന കാലം അല്ലെങ്കിൽ നവോത്ഥാനം എന്താണെന്നും അതുപോലെ തന്നെ വൈ റിനൈസൻസ് ഇൻ ഇറ്റലി, എന്തുകൊണ്ട് നവോത്ഥാനം ഇറ്റലിയിൽ മാത്രം വന്നു, ഇറ്റലി രൂപം കൊണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെ നവോത്ഥാന കാലം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് 2 കാലഘട്ടങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. അതാണ് മധ്യകാലഘട്ടം, അതുപോലെ തന്നെ ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ മെഡീവൽ പീരീഡും മോഡേൺ പീരീഡും. അപ്പം നവോത്ഥാന കാലം അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്ക് എത്താനുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ട്രാൻസിഷൻ പീരീഡാണ് നവോത്ഥാന കാലം എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ നിന്നും മോഡേൺ പീരീഡിലേക്കുള്ള ആ ഒരു കാലഘട്ടം അല്ലേ. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്ക് എത്താനുള്ള ആ ഒരു കാലഘട്ടം, ആ ഒരു പീരീഡ്. അതുപോലെ തന്നെ മിഡീവൽ പീരീഡിൽ നിന്ന് മോഡേൺ പീരീഡിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് നവോത്ഥാന കാലം എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മെഡീവൽ പീരീഡിൽ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രാധാന്യം ഫ്യൂഡലിസത്തിനായിരുന്നു. അപ്പോൾ ഫ്യൂഡലിസത്തിന് പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടം ആണ് മെഡീവൽ കാലഘട്ടം അല്ലെങ്കിൽ മധ്യകാല കാലഘട്ടം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അവർ യുക്തിചിന്തയെ നിഷേധിച്ച ചിന്താഗതിയായിരുന്നു. യുക്തിചിന്തയ്ക്ക് അവിടെ എന്തുണ്ടായിരുന്നില്ല? പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മോഡേൺ പീരീഡിലേക്ക് എത്തുമ്പം, അതായത് ഈ മിഡീവൽ പീരീഡിൽ നിന്ന് മോഡേൺ പീരീഡിലേക്ക്, അതായത് മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വന്ന പ്രധാന മാറ്റമാണ് റിനൈസൻസ് അല്ലെ, നവോത്ഥാനം എന്ന ചിന്താഗതി അവിടെ രൂപപ്പെട്ടു. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത, ഈ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? റാഷണാലിസം അഥവാ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ കാലഘട്ടമായിരുന്നു നവോത്ഥാന കാലഘട്ടം. അപ്പോൾ നവോത്ഥാന കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്ക് എത്താനുള്ള ആ ഒരു പീരീഡ്, അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ നിന്നും മോഡേൺ പീരീഡിലേക്ക് എത്താനുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് നവോത്ഥാന കാലം എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാന കാലം അല്ലേ. റിനൈസൻസ് എന്നത് ഇംഗ്ലീഷ് ടേമാണ് അല്ലേ, അതിൻ്റെ മലയാളമാണെന്ത്? നവോത്ഥാനം അല്ലേ, പുനർജനി എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പം റിനൈസൻസ് വാസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ മിഡീവൽ ടു ദി മോഡേൺ. അപ്പം മിഡീവൽ നിന്ന് മോഡേണിലേക്ക് എത്താനുള്ള ആ ഒരു പീരീഡാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പേജാണ് നിങ്ങളെ മൈൻഡിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് വൈ റിനൈസൻസ് ഇൻ ഇറ്റലി, എന്തുകൊണ്ട് നവോത്ഥാനം ഇറ്റലിയിൽ വന്നു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ വന്നത്? അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ചോദിക്കാം, അപ്പോൾ ഇറ്റലിയിലാണ് നവോത്ഥാനം വന്നത് അല്ലേ. അപ്പോൾ അതായത് യൂറോപ്പിൽ ഇറ്റലി, നവോത്ഥാനം വന്നത് യൂറോപ്പിലാണ്, അതിൽ ഇറ്റലിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും സമ്പന്നമാകാനും വ്യത്യസ്തമാകാനും കാരണം എന്താ? അപ്പോൾ രണ്ടിനും ഒരേ ആൻസറാണ് വരുന്നത്. അതിൽ നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കാനുള്ള 4 പോയിന്റ്സ് ആണ്. അതിലൊന്ന് ട്രേഡേഴ്സ് അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യാപാരികൾ, അതായത് ഈ കച്ചവടക്കാർക്ക്, വ്യാപാരികൾക്ക് ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ബുക്ക് കീപ്പിംഗ് മേഖലയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. പിന്നെ വരികയാണെങ്കിൽ ക്രൂസേഡ്സ്, കുരിശ് യുദ്ധങ്ങൾ, പ്ലേഗ് രോഗം, പിന്നെ തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം. ഇതൊക്കെ കൊണ്ടാണ് റിനൈസൻസ് ഇറ്റലിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തത് ട്രേഡേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ട്രേഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റലിയിൽ വ്യാപാരികൾ കണ്ടില്ലേ, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിങ്ങും അവർക്കറിയാമായിരുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പാണെന്ന് പറയും. അതായത് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ആക്കി കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്?
ബുക്ക് കീപ്പിംഗ് എന്നറിയപ്പെടുന്നത് അല്ലേ? ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ഡെയിലി ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അക്കൗണ്ടിൻ്റെ ആദ്യ പടിയാണ് ബുക്ക് കീപ്പിംഗ് അല്ലേ? സ്ക്രീനിൽ വിസിബിൾ ആണല്ലോ, കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി അതുപോലെ തന്നെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ബുക്ക് കീപ്പിംഗ് മേഖലകളിൽ പ്രാവീണ്യമുള്ളവരായെന്ന് നമ്മൾ പഠിച്ച് അല്ലേ? പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു പോയിന്റ്, 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിനും ശക്തി ക്ഷയിക്കാനും അല്ലെ, മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കാനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒരു വിഭാഗം സമ്പന്നരായ ആൾക്കാർക്ക് ഉയർച്ച വന്നു, അതുപോലെ അവരുടെ ആധിപത്യം അവിടെ വന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സമയങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള സമ്പന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പ്രധാനപ്പെട്ട ഇറ്റാലിയൻ കുടുംബങ്ങളും അവർ വളർന്നു വന്ന നഗരങ്ങൾ അല്ലേ? ക്ലിയർ ആയിട്ട് സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇറ്റാലിയൻ കുടുംബങ്ങൾ മെഡിജി വളർന്നു വന്ന നഗരമാണ് ഫ്ലോറൻസ്. പിന്നെ സ്പോർസ വളർന്നു വന്ന നഗരമാണ് മിലാൻ. ഈ മിലാൻ നഗരത്തിൽ 2 കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് സ്പോർസയും രണ്ടാമത്തത് വിസ്കുന്തിയുമാണ്. പിന്നെ ഫർസീനി എന്ന കുടുംബം വളർന്നു വന്ന നഗരമാണ് പാർമ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പഠിക്കാം, ഫർ അല്ലേ? ഫർ അത് നമ്മൾ പാർ. അപ്പോൾ വായിക്കുമ്പോൾ ഏതാണ്ട് ഒരേ പ്രാസല്ലേ വരുന്നത്, പാർ ഫർ അല്ലേ? ഒരേ പ്രാസല്ലേ? ആ രീതിയിൽ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ അടുത്തതാണ് ഓർസീനി, നേപ്പിൾസിലാണ് അല്ലേ? അപ്പോൾ ഇത് ഇറ്റാലിയൻ കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും നമ്മൾ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അതായത് വളർന്നു വന്ന നഗരത്തിൽ ഒന്ന് ഫ്ലോറൻസ് ആണല്ലേ? അപ്പോൾ ഫ്ലോറൻസ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? അപ്പോൾ ഫ്ലോറൻസിന് മെഡിസിൻ കൊടുത്തുകൊണ്ട് മിലൻ 2 നഗരങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയുണ്ട്? സ്പോർസയുണ്ട്, വിസ്കുന്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഫ്ലോറൻസിന് മെഡിസിൻ കൊടുത്തുകൊണ്ട് മിലൻ സ്പോർട്സ് കളിച്ചും വിസ്കി കുടിച്ചും നേപ്പാൾസിനെ ഒറീസയിലേക്ക് ഓടിച്ചു. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണേ. അപ്പം നേപ്പിൾസ്, ഓർസീനി. അപ്പം മിലന് 2 നഗരങ്ങളാണ്, സ്പോർസയും വിസ്കുന്തിയും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? വ്യാപാരികളെ കുറിച്ചിട്ടാണ്. വ്യാപാരികൾക്ക് എന്തൊക്കെയാണ്? ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ബുക്ക് കീപ്പിങ്ങിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ സമ്പന്നരായ കുടുംബങ്ങൾ വളർന്നു വന്ന നഗരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റാണ് കുരിശ് യുദ്ധങ്ങൾ അല്ലേ? അപ്പോൾ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയേ ഉള്ളൂ. ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ വിശുദ്ധ നാടായ ജെറൂസലേമിന് വേണ്ടി നടത്തിയ യുദ്ധമാണ്. ഓക്കെ, അപ്പം മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. അപ്പോൾ കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവ ഇറ്റാലിയൻ നഗരങ്ങൾക്ക് പരിചയമായി. അങ്ങനെ ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് എന്തായി? ഇത് വേഗത കൂട്ടി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യം, ബൈസൈൻഷ്യൻ അല്ലെങ്കിൽ കിഴക്കൻ റോമാ സാമ്രാജ്യം എന്നിവയെ സ്ഥാപിച്ച കച്ചവട ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. അങ്ങനെയാണ് കാലാകാലങ്ങളായി മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയാണ് ഇറ്റാലിയൻ നഗരം സാമ്പത്തികമായി മുന്നേറുന്നത് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലേഗ് അല്ലേ? അപ്പോൾ 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായിട്ട് ബാധിച്ചു. നല്ല രീതിയിൽ പ്ലേഗ് ബാധിച്ചു അല്ലേ? പ്ലേഗ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു അല്ലേ? അപ്പോൾ ഈ ദുരന്തത്തിൽ ഒരുപാട് ജനങ്ങൾ മരിച്ചു. അപ്പോൾ തൊഴിലാളികളുടെ ലഭ്യത അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി അല്ലേ? അപ്പോൾ തൊഴിലാളികളുടെ ലഭ്യതയ്ക്ക് കുറവുണ്ടായി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് തകർച്ച വന്നു അല്ലേ? കൃഷി ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും തൊഴിലാളികളില്ലാത്തതുകൊണ്ട് ആ കാർഷിക മേഖല തകർന്നു. അതുപോലെ തന്നെ വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കി അല്ലേ? വ്യാപാരത്തിന് അല്ലേ, വാണിജ്യത്തിന് ഇത് വഴിയൊരുക്കി.
അപ്പം ഈ പ്ലേഗ് വന്നപ്പോൾ നിലവിലുള്ള മരുന്നുകൾ ഉണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോയി. അങ്ങനെ എന്താണ് ജനങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യജീവിതത്തിൻ്റെ അല്ല ജീവിതം കുറച്ചേ ഉള്ളൂ എങ്ങനെയുള്ള നൈമിഷികതയെക്കുറിച്ചും അനിശ്ചിതത്തെക്കുറിച്ചും ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. അതാണ് മാനവികത എന്നറിയപ്പെടുന്നത്, മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത അല്ലേ. ദൈവമല്ല പ്രാധാന്യം, എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ കൊണ്ട് ചിന്തിച്ച് അപ്പോൾ എന്താണ് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു നൈമിഷികമാണ് ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നല്ലെങ്കിൽ ദൈവം കൊണ്ടുത്തരും അങ്ങനെയൊന്നും ചിന്തിക്കാതെ മാനുഷികതയിലേക്ക് വഴി തുറക്കുന്നത് അതോടുകൂടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലേഗ് ബ്ലാക്ക് ഡെത്ത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരി, അതാണ് പ്ലേഗ് അല്ലേ. അപ്പോൾ ഈ പ്ലേഗ് അങ്ങനെ അറിയപ്പെടാൻ എന്താ കാരണം എന്ന് വെച്ചാൽ പ്ലേഗ് രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുഞ്ഞു കുഞ്ഞു കുമിളകൾ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കറുത്ത ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി എങ്ങനെയാണ് പ്ലേഗ് ഇറ്റലിയിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കച്ചവടത്തിനായിട്ട് വരുന്ന കപ്പലുകളുണ്ടല്ലോ, ആ കപ്പലുകളിലുള്ള എലികൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എലികളിൽ ചെള്ള് വഴിയാണ് യൂറോപ്പിലേക്ക് പ്ലേഗ് പടർന്നു പിടിച്ചത്. അപ്പോൾ യൂറോപ്പിലാണ് പ്ലേഗ് വന്നിട്ടുള്ളത് അല്ലേ. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് നമ്മൾ ലാസ്റ്റ് പോയിന്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം അല്ലേ. അപ്പോൾ തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ പ്രാചീന ഗ്രേക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്തായി, തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ തങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. അപ്പം മധ്യകാലത്ത് സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അപ്പം സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും ഇത് വഴിയൊരുക്കി. അതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ വന്നിട്ടില്ല. ലാസ്റ്റ് പോകാം അല്ലേ, 2 പോയിന്റാണ് പഠിച്ചത്. അപ്പോൾ എന്താണ് നവോത്ഥാനം, അതുപോലെ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൽ 4 മെയിൻ പോയിന്റാണ്: വ്യാപാരികൾ, ക്രുസേഡ്സ്, പ്ലേഗ്, തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ. അപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡ്, അതാണ് നവോത്ഥാന കാലം. ഇനി നവോത്ഥാനം ഇറ്റലിയിൽ വരാനുണ്ടായ കാരണം ട്രേഡേഴ്സ്, വ്യാപാരികൾ. ഈ വ്യാപാരികൾക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ബുക്ക് കീപ്പിംഗ് മേഖലയുമായിട്ട് പ്രാവീണ്യമുണ്ടായിരുന്നു. പിന്നെ കുരിശ് യുദ്ധങ്ങൾ അല്ലേ, അതൊരു കാരണം. 3-ാമത്തത് പ്ലേഗ്, 4-ാമത്തത് തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം. അപ്പോൾ ഈ 2 പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പിക്ചർ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. അതവിടെ ഇപ്പോൾ കാണണ്ട, ഞാൻ നീല മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് എക്സാമിന് റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് നമ്മളിപ്പം എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.